ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം മുത്തുമണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലൻ ടേസ്റ്റുള്ള സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ബ്രെഡും മുട്ടയൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ചിക്കനോ ബീഫോ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ടോ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനായിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിതാ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. സവാള, ക്യാപ്സിക്കം, തക്കാളി, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ എരിവിനായിട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു 5 പുഴുങ്ങിയ മുട്ട കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് വേണ്ടത്. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. നമുക്ക് എത്രത്തോളം വേണം സ്നാക്കിന് ഫില്ലിങ്സ് വേണം, അതുപോലെ എത്ര സ്നാക്ക് വേണം, അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കുക കേട്ടോ. മുട്ടയൊക്കെ അതിനനുസരിച്ച് എടുക്കുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. ഓയിൽ ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും എല്ലാം കുനുകുനാന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഞാനിപ്പോൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ചല്ല കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്, കുറച്ച് തിക്കായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കൂടെ തന്നെ എരിവിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാള ഒന്നങ്ങ് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. നല്ലോണം കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി കേട്ടോ. അതുപോലെ ഇതിലേക്ക് ഒന്ന് വാടി വന്ന സമയത്ത് ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. തക്കാളി വെള്ളവും കുരുവൊക്കെ മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകാതെ നോക്കണം, കാരണം നമ്മളിതിലേക്ക് സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോസുകളിൽ ഉപ്പ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർക്കുമ്പോൾ ഈ പച്ചക്കറികളിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാപ്സിക്കം തക്കാളിയൊക്കെ ഒന്നങ്ങ് വാടി വന്നാൽ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പൈസി ആയിട്ട് തന്നെ ഈ സ്നാക്ക് കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ അളവ് തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂണോളം ഗ്രീൻ ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ചില്ലി സോസാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് നല്ലപോലെ ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ആ സോസുകളുടെയൊക്കെ ഒന്ന് ആ ഒരു പച്ച ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്യണമെന്നില്ല, ഓരോ മുട്ട 2 എണ്ണമായിട്ട് കട്ട് ചെയ്യണം, അങ്ങനെ വേണമെങ്കിൽ ചേർക്കുക. അതല്ല ഗ്രേറ്റ് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ചധികം മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ആ മുട്ടയുടെ ഉണ്ണിയൊക്കെ ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് പോകാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടോ. സിമ്പിളായിട്ടുള്ള ഫില്ലിങ്സാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന രീതിയിലുള്ള നല്ലൊരു ഫില്ലിങ്സാണ്. അത്യാവശ്യം സ്പൈസിയാണ്. സ്പൈസി ആയിട്ട് എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് മൈദയാണ്. മൈദ ഒന്ന് കുറച്ച് കട്ടിയിൽ കലക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. പിന്നെ ഞാനിതവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പരത്തിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് പരന്ന് കിട്ടുകയും ചെയ്യും, പൊടിഞ്ഞു പോവുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഒന്നങ്ങ് ആവി കയറ്റി എടുത്ത് സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതപ്പോൾ അതൊന്ന് ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാൻ ആദ്യം ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതല്ല നിങ്ങൾക്ക് ആദ്യം ഈ ബ്രൗൺ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം പരത്തിയെടുക്കണോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഏത് രീതിയിൽ വേണോ, നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്തെടുക്കുക. രണ്ടാണെങ്കിലും ആവിയായിട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കത് പരത്തിയെടുക്കാനും പറ്റും, ഒട്ടും തന്നെ പൊടിഞ്ഞു പോവുകയും ചെയ്യില്ല കേട്ടോ. ഞാൻ ഇതാണ്ടോ ആദ്യം ഇപ്പോൾ സൈഡ് പാർട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് കൂടുതൽ ഫില്ലിങ്സ് വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും കേട്ടോ. അതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാനിതപ്പോൾ എല്ലാതും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൽ കൊള്ളുന്ന അത്രയും മാക്സിമം നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നാൽ ഓവറായിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യരുത്, അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊട്ടിപ്പോവും. എന്നാൽ അത്യാവശ്യം ഫില്ലിങ്സ് വേണം താനും, എന്നാലാണ് നമ്മുടെ സ്നാക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇതപ്പോൾ ഞാൻ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മൈദ കലക്കി വെച്ചതിൽ നിന്ന് തന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് ഇന്ന് 4 വശവും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ഒട്ടിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. മൈദ കലക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ലൂസായി പോരുത് കേട്ടോ മൈദയുടെ ബാറ്റർ. നിങ്ങൾക്കിപ്പോൾ ഈ മൈദയുടെ ബാറ്ററിന് പകരം മുട്ടയുടെ ബാറ്ററും എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. മുട്ട കലക്കിയിട്ട് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ മൈദ എടുത്തത് എണ്ണ കുടിക്കുന്നതിന് കുറച്ച് കുറവുണ്ടായിരിക്കും കേട്ടോ. മൈദയുടെ ബാറ്ററിൽ മുക്കിയെടുക്കുന്ന സമയത്ത് ഫില്ലിങ്സ് വെച്ച് കൊടുത്ത ശേഷം വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ 4 വശം ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഈസി ആയിട്ട് തന്നെ അവിടെ ഒട്ടിയിരുന്നോളൂ കേട്ടോ. ഇനി ആ ഒട്ടിച്ചെടുത്ത ബ്രെഡിനെ ഫില്ലിങ്സ് വെച്ച ബ്രെഡിനെ നമ്മൾ ഇതുപോലെ മൈദയുടെ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ നല്ലപോലെ ഒന്നങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്, ഒരു ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. നമ്മൾ ബ്രെഡ് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ അത് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, അതുപോലെ ബാക്കിയുള്ള എല്ലാ സ്നാക്കും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കുകയും ചെയ്യരുത്, എന്നാൽ കുറച്ച് വയ്ക്കുകയും ചെയ്യരുത്. ഒരുപാട് കുറച്ച് വെച്ച് ഒരുപാട് ഓയിൽ കുടിക്കും, ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. ഇട്ട് കൊടുക്കൽ കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത സ്നാക്ക് ആയിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള എല്ലാ സ്നാക്കും ഇതുപോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട്. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് എണ്ണ ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ മുകൾ വശം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. സിമ്പിളാണ്, ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്, എല്ലാവർക്കും ചെയ്തെടുക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഞാനിവിടെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറം വശം നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ഉൾവശം ഇതുപോലെ നല്ല അടിപൊളി ഫില്ലിങ്സൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള, അത്യാവശ്യം കുറച്ച് എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. മുട്ടയും ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റിയിട്ടുള്ള കിഡ്ലൻ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രെഡും മുട്ടയൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.